നമ്മെ പലപ്പോഴും വളരെയധികം ഭയപ്പെടുത്തുന്ന കാലഘട്ടങ്ങളാണ് കണ്ടകശനി, അതുപോലെ ഏഴരയണ്ടി ശനി സമയങ്ങൾ. ഈ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെപ്പറ്റിയും പരാജയങ്ങളെപ്പറ്റിയും കഷ്ടപ്പാടുകളെപ്പറ്റിയും ഒക്കെയുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യപ്പെടുത്തലുകളും കൂടിയാകുമ്പോൾ പലപ്പോഴും സർവ്വ ആത്മവിശ്വാസവും തകരുന്ന അവസ്ഥയിലേക്ക് വരെ നാം എത്താറുണ്ട്. എന്നാൽ ഇതിന് പരിഹാരങ്ങളൊന്നും തന്നെ ഇല്ലേ? ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഈ കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ദോഷങ്ങൾ അകറ്റി അവർക്ക് എങ്ങനെ ഈ സമയം അതിജീവിക്കുവാൻ കഴിയും? തുടങ്ങിയ കാര്യങ്ങളാണ് നാം സുഭദ്രം ജ്യോതിഷപദത്തിൽ ഇന്ന് വിവരിക്കുന്നത്. ഇവിടെ പറയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ മറ്റു വേണ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് ശനീശ്വരൻ നൽകിക്കൊണ്ടിരിക്കുന്ന ദോഷങ്ങളെപ്പറ്റിയും ആ ദോഷങ്ങൾ പരിഹരിക്കുവാനുള്ള ലളിതമായ പരിഹാരമാർഗങ്ങളെപ്പറ്റിയും പ്രാർത്ഥനാ മന്ത്രങ്ങളെപ്പറ്റിയും എല്ലാം വിശദമായി പറയുന്നുണ്ട്. ലളിതമായ പരിഹാരമാർഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷങ്ങളുടെയോ പതിനായിരങ്ങളുടെയോ ആയിരങ്ങളുടെയോ ബാധ്യതകളില്ലാതെ ഏതൊരു സാധാരണക്കാരനും പ്രാപ്തമാവുന്ന, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ദേവതകളുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുവാൻ കഴിയുന്ന ചെറിയ വഴിപാടുകളാണ്. ഒരു ജ്യോത്സ്യനെന്ന നിലയിൽ ഇതുവരെയുള്ള എൻ്റെ അനുഭവകാലയളവിൽ എന്നെ വിശ്വസിച്ചവർക്കൊക്കെയും തന്നെ ഫലപ്രാപ്തി നൽകാൻ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന ഈ ലളിത കർമ്മങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ശനി 1, 2, 4, 7, 10, 12 ഈ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നക്ഷത്രക്കാരെയാണ് ശനീശ്വരൻ കണ്ടകശനിയായും ഏഴരയണ്ടി ശനിയായും ബാധിക്കുന്നത്. പൊതുവെ കണ്ടകശനി ദോഷമെന്നും ഏഴരയണ്ടി ശനി ദോഷമെന്നും നമ്മൾ പറയുന്നെങ്കിലും ഓരോ ഭാവക്കാർക്കും ശനി നൽകുന്ന ദോഷാനുഭവങ്ങളിൽ വ്യത്യാസമുണ്ട്. അതായത് ശനി 1-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ദോഷാനുഭവങ്ങൾ ആവണമെന്നില്ല ശനി 7-ാം ഭാവത്തിലോ 10-ാം ഭാവത്തിലോ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആദ്യം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ശനീശ്വരൻ ഈ കാലയളവിൽ നൽകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 2025 മാർച്ച് 25-ാം തീയതി വരെ ശനി കൊമ്പൻ രാശിയിലാണ് തുടരുന്നത്. ഈ സമയത്ത് കണ്ടകശനി 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിരം 1, 2 പാദക്കാർക്കും ഇപ്പോൾ കണ്ടകശനി കാലമാണ്. അതായത് ശനി 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശനി 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന മിക്ക പ്രവൃത്തികൾക്കും മുടക്കം സംഭവിക്കുന്നതായാണ് 2 വർഷക്കാലമായുള്ള അനുഭവങ്ങൾ. അത് ഇപ്പോഴും തുടരുകയാണ്. സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടി അമിതമായ ആഗ്രഹത്താലും പ്രതീക്ഷയാലും ചെന്ന് തുടങ്ങുന്ന പല പ്രവൃത്തികളും പല വിധത്തിലുള്ള നഷ്ടങ്ങൾക്കിടവരുത്തുന്നതായി കാണാം. അതായത് ചില സ്വപ്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നേറുന്നതിനിടയിൽ അപ്രതീക്ഷിതമായതും അല്ലാത്തതുമായ തടസ്സങ്ങൾ നേരിട്ട് മുടക്കം വരുന്നു. പലപ്പോഴും സമയത്ത് ആഹാരം കഴിക്കുവാനോ യഥാസമയം ദാഹമടക്കുവാനോ പോലും പറ്റിയെന്നിരിക്കില്ല. നിദ്രാവിഹീനങ്ങളായിരിക്കും മിക്ക രാത്രികളും. ദുഃഖങ്ങളും പല പല ചിന്തകളും അലട്ടിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ദുസ്വപ്നങ്ങളാകാം വില്ലനായെത്തുന്നത്. തെളിഞ്ഞ ആകാശത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെട്ടെന്ന് മഴയാകുന്നത് പോലാകും ദാമ്പത്യകലഹങ്ങൾ രൂപപ്പെടുക. ആകയാൽ കുടുംബസമാധാനത്തെ കരുതി സംയമനം പാലിച്ചാൽ മിക്ക വഴക്കുകളും ഒഴിവാക്കാനാകും. ശനി ഇനി 7-ാം ഭാവത്തിൽ കണ്ടകനായി സഞ്ചരിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ഫലങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം. ചിങ്ങൻ രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം 1-ാം പാദക്കാരുമാണ് ഇവർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യാവിരഹം അല്ലെങ്കിൽ ഭർത്തൃവിരഹം ഉണ്ടാകാവുന്ന കാലമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്നു കഴിയേണ്ട പല ഘട്ടങ്ങളുണ്ടായെന്നിരിക്കും. അത് ചിലപ്പോൾ അന്യദേശത്തോ അന്യ സംസ്ഥാനത്തോ മറ്റ് ജില്ലയിലോ എന്തിന് അന്യഗ്രാമങ്ങളിലോ പോലുമായെന്നിരിക്കാം. എവിടെയായാലും ദാമ്പത്യവിരഹം അനുഭവപ്പെട്ടെന്നിരിക്കും. വേണ്ടപ്പെട്ടവർ വിരോധികളാകുന്ന ഘട്ടങ്ങളുണ്ടായെന്നിരിക്കും. ഈ അനുഭവങ്ങളൊക്കെ 2 വർഷമായി ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടാകുന്നതും 7 മാസത്തോളം ഇനിയും തുടരാൻ സാധ്യതയുള്ളതുമാണ്. ചെയ്യാത്ത കുറ്റങ്ങൾക്കാകും ശിക്ഷിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്നത്. പല ആരോപണങ്ങളും ഉണ്ടായെന്നിരിക്കും. ജോലിസ്ഥലം മാറേണ്ടി വന്നെന്നിരിക്കും. സ്ഥാനചലനമുണ്ടാകാം. യാത്രാക്ലേശങ്ങൾ പലപ്പോഴും അനുഭവപ്പെട്ടെന്നിരിക്കും. അധികാരികളുടെ അനിഷ്ടങ്ങളിൽ നിന്നും മറ്റും പല ദോഷാനുഭവങ്ങളും ഉണ്ടായെന്നു വരാം. മാനഹാനി ഉണ്ടാകുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരും. തട്ട്, മുട്ട്, ഒടിവ്, ചതവ് പോലുള്ള ഏതെങ്കിലും ദേഹപീഡാനുഭവവും ഉണ്ടായിക്കൂടായികയില്ല.
കൃഷിനാശമോ ഭൂമി നഷ്ടമോ മറ്റോ ഉണ്ടായെന്ന് വരാം. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷത്തിനകം തന്നെ ഇവയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അടുത്തതായി 4-ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നതിനാൽ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. വൃശ്ചിക രാശിയിൽ ഉൾപ്പെട്ട വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഇവർ. കുടുംബപരമായ കലഹങ്ങളും മറ്റു പ്രശ്നങ്ങളുമാണ് കൂടുതലുണ്ടാവുക. വീടിനോ വീട്ടുപകരണങ്ങൾക്കോ മറ്റോ കേടുപാടുകൾ സംഭവിക്കാം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയും സ്വരച്ചേർച്ചയും ഇല്ലാതായെന്നിരിക്കാം. വളരെ സംയമനം പാലിച്ചും വിട്ടുവീഴ്ചകൾ ചെയ്തും മറ്റും സ്ഥിതിഗതികൾ വഷളാകാതെ നോക്കേണ്ടതാണ്. ധനപരമായ പല നഷ്ടാനുഭവങ്ങളും കഷ്ടാനുഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അനാവശ്യ നഷ്ടങ്ങൾ വരുത്തിവയ്ക്കാതിരിക്കുക. വളരെ കരുതലോടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടണം. പല പല തോൽവികളെയും നേരിടേണ്ടി വരും. തങ്ങൾക്ക് അനുകൂലമാകും എന്ന് ഉറപ്പുള്ളതുപോലും പ്രതികൂലമായെന്നിരിക്കും. മനോസുഖക്കുറവ് വളരെയധികം അലട്ടുന്ന പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. വളർത്തുമൃഗങ്ങളിൽ നിന്നും മറ്റും നഷ്ടാനുഭവങ്ങൾ ഉണ്ടാകാം. മാതാവിന് രോഗം ബാധിച്ചോ അതല്ലെങ്കിൽ മാതാവ് മുഖേന ചില അനർത്ഥങ്ങൾ ബാധിച്ചോ സമാധാനം നശിച്ചെന്നിരിക്കും. കുറുക്കുവഴിയിലൂടെ ധനം സമ്പാദിക്കുവാൻ ശ്രമിച്ചേക്കാം. ദുർവ്യവഹാരങ്ങളാലോ മറ്റോ പല നഷ്ടാനുഭവങ്ങളും വരുത്തിക്കൂടായികയില്ല. ഇനി നിലവിൽ 7-ാണ്ട് ശനി ദോഷം ബാധിച്ചിട്ടുള്ള നക്ഷത്രക്കാരെ പറ്റി പറയാം. ഇപ്പോൾ 7-ാണ്ട് ശനി ദോഷം ബാധിച്ചിട്ടുള്ളത് 12, 1, 2 എന്നീ ഭാവക്കാരെയാണ്. ഇവർ ഏത് നക്ഷത്രക്കാരാണെന്ന് നോക്കാം. 2-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന മകരം രാശിക്കാർക്ക് 29/3/2025 വരെയാണ് 7-ാണ്ട് ശനി ദോഷമുള്ളത്. എന്നാൽ കുംഭൻ രാശിക്കാർക്കാകട്ടെ 3/6/2027 7-ാണ്ട് ശനിദോഷം തീരുകയും തുടർന്ന് 4 മാസം ശനിദോഷം മാറി നിന്ന ശേഷം വീണ്ടും ശനി പുറകോട്ട് സഞ്ചരിച്ച് 20/10/2027 മുതൽ വീണ്ടും ആരംഭിച്ച് 23/2/2028 7-ര ശനിദോഷം പൂർണ്ണമായി വിട്ടൊഴിയുകയും ചെയ്യുന്നു. മീനൻ രാശിക്കാർക്ക് 17/4/2030 വരെ 7-ാണ്ട് ശനിദോഷം തുടരുന്നതാണ്. ഈ 3 രാശികളിലുമായി 7-ര ശനിദോഷം അനുഭവിക്കേണ്ടി വരുന്ന നക്ഷത്രക്കാർ ഇവരാണ്. ഉത്രാടൻ 2, 3, 4 പാദങ്ങളിലുള്ളവർ, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രിട്ടാതി, രേവതി നക്ഷത്രക്കാർ. ജനിച്ച കൂറിലും അതിൻ്റെ 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്നതിനെയാണല്ലോ 7-ാണ്ട് ശനിദോഷം എന്ന് പറയുന്നത്. ഈ 3 രാശികളിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലം അത്രയും ശനിദോഷം തുടരുന്നതായി കാണാം. ജനിച്ച കൂറിൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മശനിയും കണ്ടകശനിയും ഒന്നായി ബാധിക്കുന്നു. ഇത് വളരെ കഷ്ടതകൾ നിറഞ്ഞ സമയമാണ്. 7-ര ശനിദോഷകാലത്ത് നമ്മൾ അറിയാതെ തന്നെ പല വിഷമതകളും വന്ന് മനസ്സിന് വളരെ വേദനകൾ ഉണ്ടാകുന്നതാണ്. അത് ചിന്താഗതിയെയും ഊണിനെയും ഉറക്കത്തെയും പ്രവൃത്തികളെയും പോലും പലപ്പോഴും ബാധിക്കാറുണ്ട്. പലതിൽ നിന്നും പിന്തിരിയേണ്ടതായി വരും. നിലവിലുള്ള സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടതായി വന്നേക്കാം. ഉദാസീനമായി പ്രവൃത്തികളെ സമീപിക്കും. ഇത് മേലധികാരികളുടെ അതൃപ്തിക്ക് കാരണമാകും. ഔദ്യോഗിക രംഗത്ത് തരം താഴ്ത്തലുകളെ പോലും നേരിടേണ്ടതായി വരും. ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ മറ്റു രോഗങ്ങളും ദുരിതങ്ങളും മറ്റനർത്ഥങ്ങളും ഉണ്ടായെന്നിരിക്കും. ഇത് കുടുംബസുഖത്തെ സാരമായി ബാധിക്കും. ചിലവുകൾ വർദ്ധിക്കുകയും വരവിനേക്കാൾ ചെലവാക്കേണ്ടി വരികയും ചെയ്യും. ഇത് ധനനഷ്ടവും അത് മുഖേനയുള്ള കഷ്ടതകളും ഉണ്ടാക്കി വയ്ക്കും. കുടുംബഛിദ്രങ്ങളാൽ പലവിധമായ വേദനയും ഉണ്ടാകും. ജീവിത പങ്കാളിക്കും മക്കൾക്കും ദുരിതങ്ങളും മറ്റനർത്ഥങ്ങളും ഉണ്ടായെന്ന് വരാം. ഇവയെല്ലാം കണ്ടകശനിയും 7-ാണ്ട് ശനിയും വരുത്തുന്ന ദോഷങ്ങളാണ്. ഈ പറഞ്ഞത് അത്രയും നെഗറ്റീവ് വശങ്ങളാണ്. എങ്കിലും ഇതിനർത്ഥം കണ്ടകശനി വരുന്ന 2.5 വർഷക്കാലവും 7-ര ശനി വരുന്ന 7.5 വർഷക്കാലവും ഈ ദോഷങ്ങൾ ഇങ്ങനെ തന്നെ തുടരും എന്നല്ല. ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ ഈ ഫലങ്ങൾ നൽകും എന്നേ ഉള്ളൂ. എത്രയോ നല്ല നല്ല അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിനിടയിൽ ഉണ്ടാകാറുണ്ട്. ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുന്നവരെയും ശനിയുടെ മിത്രഗ്രഹങ്ങളോടൊത്ത് നിൽക്കുന്നവരെയും ശനിദോഷം കാര്യമായി ബാധിക്കാറില്ല. ശുഭയോഗങ്ങൾ ശുഭദൃഷ്ടികൾ ഒക്കെയുണ്ടെങ്കിൽ ശനിദോഷം കുറയാറുണ്ട്. ജന്മശിഷ്ട ശനിദശാകാലമായി വരുന്ന പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരെ ശനിദോഷം കാര്യമായി ബാധിക്കാറില്ല.
ശനിക്ക് ഉച്ചരാശിസ്ഥിതി വരുന്ന ചിത്തിര 3-4 പാദങ്ങൾ, ചോതി, വിശാഖം 1-2-3 പാദക്കാരെ ശനിദോഷം കാര്യമായി ബാധിക്കാറില്ല. മകരം കുംഭരാശിക്കാരായ ഉത്രാടം 2-3-4 പാദക്കാരെയും തിരുവോണം, അവിട്ടം, ചതയം, പൂരിരുട്ടാതി 1-2-3 പാദക്കാരെയും ശനിദോഷം കാര്യമായി ബാധിക്കാറില്ല. കാര്യമായി ബാധിക്കാറില്ല എന്ന് പറഞ്ഞാൽ മറ്റ് നക്ഷത്രക്കാർക്കുള്ള അത്ര ദോഷം വരുത്തില്ല എന്നേ അർത്ഥമാക്കേണ്ടതുള്ളൂ. നല്ല ദശാകാലത്ത് നല്ല ഗ്രഹങ്ങളുടെ അപഹാരകാലമാണെങ്കിലും ഗോചരവശാൽ ശുഭഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോഴും മറ്റും സാമ്പത്തിക നേട്ടങ്ങളും ഗ്രഹലാഭവും ഭൂമിലാഭവും സമ്മാനാദികളും മറ്റ് ഗുണാനുഭവങ്ങളും മിക്കവർക്കും തന്നെ ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് ശനിദോഷങ്ങളും കഷ്ടതകളും അകറ്റി ആത്മവിശ്വാസവും വിജയങ്ങളും ഗുണാനുഭവങ്ങളും ഉണ്ടാകുവാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ശനിദോഷം മാറാൻ ശനീശ്വര ഭജനവും ശനീശ്വര പൂജയും ചെറിയ നവഗ്രഹ പൂജയും മറ്റും വളരെ ഉത്തമമാണ്. ഇതോടൊപ്പം ശിവപുത്രന്മാരെ പ്രീതിപ്പെടുത്തിയാൽ ശിവപ്രസാദമുണ്ടായി ശനിദോഷം അകലുന്നതാണ്. അയ്യപ്പന് നീരാഞ്ജനം, എള്ളുപായസ നിവേദ്യം, നെയ്യഭിഷേകം, ശബരിമല ദർശനം ഇവ നടത്താറുണ്ട്. നീലപ്പൂക്കളാൽ അർച്ചന ചെയ്യാവുന്നതാണ്. ഗണപതി ഹോമം, കറുകമാല, നാളികേരമുടയ്ക്കൽ, മോദക നിവേദ്യം എന്നിവയിലും മറ്റും തടസ്സങ്ങൾ നീക്കാറുണ്ട്. ഹനുമാന് സിന്ദൂരാഭിഷേകം, വെറ്റിലമാല, പൂജ, ചുവന്ന പട്ട് നൽകൽ എന്നിവയും മറ്റും ശനിദോഷം അകറ്റാൻ വളരെ ഫലപ്രദമാണ്. രോഗദുരിതങ്ങളും അപകടങ്ങളും മറ്റും ഉള്ളപ്പോഴും ആയുസ്സിനെ ബാധിക്കുന്നെന്ന് തോന്നുമ്പോഴും മറ്റും ചെറിയ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയാർച്ചന, ശിവന് കടുംപായസം, അഭിഷേകം, കൂവളമാല, മുൻപിൻ വിളക്ക് തെളിക്കൽ, ശിവപൂജ ഇവയിൽ ഏതെങ്കിലുമൊക്കെ നടത്തി ശനിദോഷം അകറ്റാവുന്നതാണ്. ഇവയൊക്കെ അടുത്ത ക്ഷേത്രങ്ങളിൽ പോയി ചെയ്താൽ മതിയാകും. ചില പ്രദേശങ്ങളിൽ പൂജകൾക്കും അനുഷ്ഠാന രീതികൾക്കും അവയുടെ പേരുകൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും മേൽപ്പറഞ്ഞ ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്ത് ശനിപ്രീതി വരുത്തി ദോഷങ്ങൾ അകറ്റാവുന്നതേയുള്ളൂ. ഇനി പ്രാർത്ഥനാമന്ത്രജപങ്ങളിലൂടെ ശനിപ്രീതി വരുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഭക്തിയിലൂടെ മനോശുദ്ധി എത്രത്തോളം വളർത്താനാകുന്നോ, മനോശുദ്ധി ഉണ്ടാകുമ്പോൾ പ്രവൃത്തികൾക്ക് എത്രമാത്രം മാറ്റുകൂടുന്നോ അതനുസരിച്ച് മുന്നേറാനുള്ള ലക്ഷ്യബോധവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. അതെ, പ്രാർത്ഥന നമ്മുടെ ദോഷങ്ങളകറ്റി, രോഗങ്ങളകറ്റി, ആത്മവിശ്വാസം നൽകി, പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച് സ്വയം ജീവിതവിജയം കരസ്ഥമാക്കുവാൻ സഹായിക്കുന്നു. ശനീശ്വരപ്രീതി കർമ്മങ്ങൾ ആയുഷ്കാലം അത്രയും ഒന്നുപോലെ തുടരാവുന്നതാണ്. 30 വർഷം കൊണ്ട് ഒരു രാശിചക്രം ശനി പൂർത്തിയാക്കുന്നതാണ്. അതിൽ 7.5 ശനിയും കണ്ടകശനിയുമായി 15 വർഷം ശനി നമ്മോടൊപ്പമുണ്ട്. 90 വയസ്സുവരെ ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ തന്നെ 45 വർഷം കടന്നുപോകും. ഇതുകൂടാതെ ശനിദശാകാലം 19 വർഷം. ഓരോ ദശാകാലത്തും ശനിയുടെ അപഹാരകാലങ്ങളും ഛിദ്രാപഹാരകാലങ്ങളും സൂക്ഷ്മാപഹാരകാലങ്ങളും അതിസൂക്ഷ്മാപഹാരകാലങ്ങളും വേറെ. ചുരുക്കിപ്പറഞ്ഞാൽ ഏത് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണെങ്കിലും ശനി നമ്മോടൊപ്പം ഏതെങ്കിലും രീതിയിൽ എപ്പോഴും തന്നെ കൂടെയുണ്ട്. ഒന്ന് മനസ്സിലാക്കാം, ശനി ദോഷം മാത്രം ചെയ്യുന്ന ഗ്രഹമല്ല, നമ്മുടെ അനേക നന്മകളിലും ഭാഗവാക്കാണ്. അതുകൊണ്ടാണ് ശനീശ്വര പ്രാർത്ഥനയും ശനിയുടെ ദേവതാ പ്രാർത്ഥനകളും നമ്മെ നന്മയിലേക്ക് നയിക്കും എന്ന് പറയുന്നത്. അടിയുറച്ച വിശ്വാസത്തോടെ കുറച്ചുനേരം പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ച് മറ്റൊരു പരിഹാരങ്ങളുടെയും പിന്നാലെ പോകേണ്ട ആവശ്യം വരാറില്ല. നെഗറ്റീവുകൾ അകന്ന് പോസിറ്റീവ് എനർജി ഉണ്ടാകേണ്ടത് അവനവനിൽ തന്നെയാണ്. ദുഃഖം മാറി സുഖം വരേണ്ടതിന് അവനവൻ തന്നെ ശ്രമിക്കണം. മടി മാറി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അവനവൻ തന്നെയാണ്. തോൽവിയെ അകറ്റി വിജയം വരിക്കുവാൻ സ്വയം തന്നെ ശ്രമിക്കണം. നമ്മുടെ ഉള്ളം ഈശ്വര ചൈതന്യത്താൽ വെട്ടിത്തിളങ്ങാതിരിക്കില്ല. ആ വെളിച്ചം മാത്രം പോരെ ജീവിതം വിജയപ്രദമാക്കുവാൻ. ദൈവചൈതന്യമുള്ളിൽ ജ്വലിക്കുമ്പോൾ വേണമോ ചൂഷണത്തിൻ വിളക്കുകൾ. ശനീശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ ഋഷീശ്വരന്മാരാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഈ മഹാമന്ത്രം ജപിക്കാവുന്നതാണ്. ഓം അസ്യ ശ്രീമന്തമഹാമന്ത്രസ്യ ദശരഥ ഋഷി അനുഷ്ഠിശ്ചന്ദ
ശനീശ്വരോ ദേവത. ഓം ബീജം. ഓം ശക്തി. ഓം കീലകം മമ സർവപാപക്ഷയാർത്ഥേ ഇഷ്ടകാമ്യർത്ഥസിദ്ധ്യർത്ഥേ മോക്ഷസിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ. ഓം അങ്കുഷ്ടാഭ്യാം നമ. ഓം തർജനീഭ്യാം നമ. ഓം മധ്യമാഭ്യാം നമ. ഓം അനാമികാഭ്യാം നമ. ഓം കനിഷ്ഠികാഭ്യാം നമ. ഓം കരതലകരപൃഷ്ഠാഭ്യാം നമ. ഏവം ഹൃദയാദിന്യാസ. അശ്വർത്ഥപൃഷ്ടേശ്വരചാപഹസ്തം തിഷ്ടന്തു മീഢ്യം വരദം വരേണ്യം ശനീശ്ചരം ഭൂതഗണാവൃതം തം നമാമ്യഹം ദുഃഖവിനാശനായ. ഓം ശനീശ്വരായ നമഃ എന്നും പ്രാർത്ഥിക്കാം. ഓം സൂര്യപുത്രായ വിദ്മഹേ ശനീശ്വരായ ധീമഹി തന്നോ മന്ദപ്രചോദയാത് എന്ന ശനിഗായത്രി ജപിക്കാവുന്നതാണ്. ഭൂതനാഥമഹം വന്ദേ സർവലോകഹിതേരഥം കൃപാനിധേ സദാസ്മാകം ഗ്രഹപീഡാം സമാഹര. ഓം ഭൂതനാഥായ നമഃ എന്ന ശാസ്തൃഭജനം ശനിദോഷം അകലാൻ നല്ലതാണ്. ഓം രേവന്തായ വിദ്മഹേ മഹാശാസ്ത്രേ ധീമഹി തന്ന ശാസ്താ പ്രചോദയാത് എന്ന ശാസ്തൃഗായത്രി ജപിക്കുന്നത് ശനിദോഷ നിവാരണത്തിനും നല്ലതാണ്. ഓം ആജ്ഞനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാത് എന്ന ഹനുമത് ഗായത്രി ജപിക്കുന്നതും ഹനുമാന്റെയും ശനീശ്വരൻ്റെയും പ്രീതിക്ക് നല്ലതാണ്. കൂടാതെ ഓം നമഃശിവായ എന്ന് ശിവനെ ഭജിക്കാം. ശിവകീർത്തനങ്ങളോ അഷ്ടോത്തര ശതനാമാവലിയോ ശിവസഹസ്രനാമാവലിയോ ചൊല്ലാം. ആയുസ്സിനെ ബാധിക്കുന്നതായി തോന്നിയാലും രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നെന്ന് തോന്നിയാലും ഈ മൃത്യുഞ്ജയ മഹാമന്ത്രം ജപിക്കാം. ദശാസന്ധി കാലഘട്ടങ്ങളിലും ശനിദോഷഘട്ടങ്ങളിലും മറ്റും ഈ മൃത്യുഞ്ജയ മഹാമന്ത്രം ഗുണപ്രദമാണ്. പല കാര്യസാധ്യങ്ങൾക്കായി പല ദ്രവ്യങ്ങളാൽ ഈ മഹാമന്ത്രം കൊണ്ട് ശിവപ്രീതിക്കായി ഹോമം നടത്താറുണ്ട്. എങ്കിലും ശരീരശുദ്ധി വരുത്തി ശുദ്ധമനസ്സോടെ ഈ മന്ത്രം ജപിച്ചാൽ പല മഹാദോഷങ്ങളും മാറുമെന്ന് പൂർവികരായ ആചാര്യന്മാർ അടിവരയിട്ട് പറയുന്നു. ഇന്നും ക്ഷേത്രങ്ങളിലും മറ്റും ഹോമാദികർമ്മങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കുന്നു. ഒക്കുന്നത്ര ഏകാഗ്രതയോടെ ശിവസങ്കല്പത്തിൽ ജപിക്കുക. ശനിദോഷങ്ങളും മാറാതിരിക്കില്ല. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമുക്ഷീയമാമൃതാത്. കണ്ടശനി, ഏഴരയാണ്ട് ശനി എന്നീ ദോഷങ്ങൾ നിലവിലുള്ളവർക്കും ഇനി ശനിദോഷം വരുന്നവർക്കും ശനിദശാകാലങ്ങളിലൂടെ കടന്നുപോകുന്നവർക്കും മറ്റും ഇത് പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷപരമായി എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്.